ഹലോ, യൂട്യൂബിൽ കണ്ട പ്രകാരമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. സംഭവം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങൾക്കും ഇനി ഇഷ്ടമാവും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം നീളനെ അരിഞ്ഞ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലുള്ള ചേരുവകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, വറ്റൽ മുളക്, നല്ല മണമുള്ള വേപ്പില, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ കായംപൊടി. ഇതാണ് നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് അധികം ചമ്മന്തിയാക്കാണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നവരെങ്കിലും നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് എൻ്റെ യെല്ലോ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തേക്കാക്കി മാറ്റിയെടുക്കാം. അപ്പം ഞാനൊരു പാത്രത്തേക്ക് ഇത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുവരേക്കും നിങ്ങൾ മാറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ, കമൻറ്റ് വരെ ചെയ്യണം. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വറ്റൽ മുളക് മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ, കരിയരുത്. അങ്ങനെ ഞാനൊന്ന് വറുത്തെടുത്തു. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നല്ല മണമുള്ള വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ കരിയരുത് കേട്ടോ, നന്നായിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പം അതേ വേപ്പിൽ ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ജാറിലേക്ക് നമ്മുടെ വറ്റൽ മുളക് വറുത്തതും വേപ്പില വറുത്തതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വഴറ്റി വെച്ച ഇതെടുത്തിട്ട് നമുക്ക് നേരത്തെ വഴറ്റി വെച്ച മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായംപൊടി ഇട്ട് കൊടുക്കാം. കായംപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാങ്ങയിൽ എണ്ണയില്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ നല്ലപോലെ എണ്ണയുണ്ട്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരെണ്ണ എടുത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി, എന്ത് രുചിയാണെന്നറിയോ. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ